എന്തായത് അല്ലേ നാളെ പരീക്ഷ എങ്ങാനുണ്ടോ? ഇതെന്താ ചെയ്യേണ്ടത് എനിക്ക് മനസ്സിലാവുന്നില്ലടോ. ഇതെന്താ ചെയ്യേണ്ടി മനസ്സിലല്ലേ നമ്മൾ ഷൂട്ട് ചെയ്യേണ്ടി? ഇത് കുറെ നേരമായാലും ഇതെന്നെ ഇങ്ങനെ വായിച്ചു കൊടുക്കുന്നത്. അത് മനസ്സിലാവാനായിട്ട് വായിക്കല്ലേ. മനസ്സിലായിട്ട് എത്ര നേരം ഇങ്ങനെ നിൽക്കുന്ന എല്ലാ യൂണിറ്റും ഒക്കെ വന്ന് നിൽക്കാണ്. ഒരു ഷൂട്ട് തുടങ്ങണ്ടേ? ഞാനിത് എന്താക്കണ്ട എന്താക്കേണ്ടി എഴുതി വെച്ചൊക്കെ എല്ലാം തുടങ്ങിയില്ലേ? തുടങ്ങാൻ പോവാണ്. അതിന്റെ പരിപാടിയിലല്ലേ നമ്മള് തുടങ്ങും. ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതിനൊക്കെ നമ്മളെ പഠിക്കാൻ രാവിലെ 7 മണിക്ക് അവിടെ മെറ്റലും സിമെന്റൊക്കെ കുഴിച്ചതാ. ഇതതിന് മെറ്റലും സിമെന്റും കഴിക്കുന്ന പോലല്ലോ, ഇത് ഷൂട്ടിംഗ് അല്ലേ. അപ്പൊ ഇതൊരു കാര്യം മനസ്സിലാക്കണം. ഇത് നിങ്ങൾ വിചാരിക്കണ ഈ മെറ്റലും സിമെന്റും കൂടെ കുഴച്ചിട്ട് വാർപ്പിന്റെ പണിക്ക് പോവല്ല. ഇത് ക്രിയേറ്റിവിറ്റിയാണ്. ഇത് ഓരോ ഷോട്ടുകൾ അവിടുന്നും ഇവിടുന്നും അങ്ങനെ ഇങ്ങനെയൊക്കെ എടുക്കണം, എന്നാൽ അത് സിനിമ ആവുള്ളൂ. നിങ്ങളിപ്പോൾ അതൊന്നും ചിന്തിക്കണം. നിങ്ങളിപ്പോൾ പോയിട്ട് ഇപ്പോൾ വരുമ്പോൾ നിങ്ങളിപ്പോൾ അഭിനയിച്ചാൽ നിങ്ങൾ ആരെ കൂടെ അഭിനയിക്കുന്നത്? പ്രശസ്ത നടീന്റെ കൂടെയാ. ഓളവിടെ മേക്കപ്പ് ചെയ്തിരിക്കുന്നുണ്ട്. നിങ്ങൾ പോയിട്ട് മേക്കപ്പ് ചെയ്യും. അല്ല, ഓളിന്റെ കൂടെ അഭിനയിക്കുന്നത്, ഓളോടെ അഭിനയിക്കുന്നത്. അല്ല, അത് രണ്ടും കണക്കന്നെയല്ലേ. നിങ്ങൾ കൂടെ അഭിനയിക്കുക, ഓളെ നിങ്ങളെ കൂടെ അഭിനയിക്കുക എന്ന് വെച്ചാൽ കറക്റ്റ് അല്ലേ. നിങ്ങളൊരു കാര്യം ചെയ്യും, ഇപ്പൊ പോയിട്ടൊന്ന് മേക്കപ്പ് ചെയ്യും, സുന്ദരനാവും. മേക്കപ്പ് തുടങ്ങിയില്ലേ? എടാ ചങ്ങായിയെ, കണക്ക് എവിടുന്നാണ് ഇമ്മാതിരി പ്രൊഡ്യൂസറെ കിട്ടി? കണക്ക് ഇന്നോടൊന്ന് ദേഷ്യമുണ്ട്. അതെ, നിങ്ങളെമാരിലുള്ള ഒരു ഡയറക്ടർക്ക് ഇതേമാതിരി ഒരു പ്രൊഡ്യൂസർ ധാരാളം. മനസ്സിലായില്ലേ? നിങ്ങൾ വേഗം പണി ചെയ്യാൻ നോക്കി. പണിയാണെന്ന് വെച്ചാൽ എനിക്കിത് അറിയണ്ടേ. ഇത് അറിയണ്ടേന്ന് ചോദിച്ചാൽ നിങ്ങളിത് ചെയ്യേണ്ടി. ഈ സാധനം ഈ ഫസ്റ്റത്തെ സംഭവം ഇന്ന രാത്രി നിങ്ങൾ പറഞ്ഞില്ലേ, അതേമാതിരി ഷൂട്ട് ചെയ്യുക. ആ മറന്നുപോയോ? അതിനല്ലേ എന്നെ വിളിച്ചത്. ഞാനൊരു കാര്യം ഉണ്ട്, എന്നോടൊരു കാര്യം പറയാം. ഞാൻ ആ ടി വിന് അപ്പം വല്ല മോണ്ടറിൻ്റെ മുന്നിൽ ഇങ്ങനെ കുത്തിരിക്കും, കസേലമ്മ കുത്തിരിക്കും, ആക്ഷൻ കാട്ട് എന്ന് പറയും. ബാക്കിയൊക്കെ ഈ ആയിട്ട് ചെയ്തോളൂ. അതിനാണ് എന്നെ വിളിച്ചെത്തിയത്. മനസ്സിലായാലോ? എന്നാലേ നിങ്ങൾ വരി. മുക്കാലം എന്നിട്ടാണല്ലോ വിളിക്കുന്നത്. ഓക്കെ അത് ഞാൻ ആക്കുന്നാല് ഇത് ഞാൻ പറഞ്ഞോളൂ. എന്നാലും നിങ്ങൾ പറഞ്ഞ മാതിരി തന്നെ എടുത്താൽ പോരുത്. പിന്നെ നമ്മളെ ഈ ചങ്ങായിയൊക്കെ ഡയലോഗൊക്കെ പറയുമോ? അതൊക്കെ പറഞ്ഞോളൂ. ആ സാധനങ്ങൾ അങ്ങനത്തെ കൊടുത്താൽ മതി. ഭയങ്കര ചൂടാണല്ലേ? നീ എന്താ വിളിച്ചത്? ഏടത്തിന്ന്. കോൾ മീ മാഡം. ഓക്കെ, ഞങ്ങളുടെ നാട്ടിൽ മൂത്തോലൊക്കെ ഏടത്തിന്നൊക്കെ. ബട്ട് എന്നെ നീ അങ്ങനെ വിളിക്കണ്ട. ഇവിടെ നിന്ന് വരുന്നു നിനക്ക്. എന്തൊരു ചൂടാടോ ഇവിടെ. ഞാനൊരു ജ്യൂസിന് പറഞ്ഞിട്ട് കുറെ നേരമായി. താനൊന്ന് പോയി നോക്കിക്കേ. എനിക്ക് ജ്യൂസ് വാങ്ങിക്കൊണ്ടല്ലേ പണി, ഞാൻ എൻ്റെ പ്രൊഡ്യൂസറാ. തന്നെ ഞാനൊന്ന് കാണാനിരിക്കായിരുന്നു. ഇവിടെ താൻ ആദ്യം ഒന്ന് എങ്ങനെയാണ് ഒരു ആർട്ടിസ്റ്റിനോട് ബിഹേവ് ചെയ്യേണ്ടതെന്ന് ഇവിടെയുള്ളവരോടൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക. ഒരു ജ്യൂസിന് ചോദിച്ചിട്ട് 2 മണിക്കൂറായി. ഒന്നാമത് ഭയങ്കര ചൂട്, ഒരു കാരവാൻ അതും ഇല്ല. വല്ലാത്തൊരു ക്ലൈമറ്റും. എനിക്കിതിൽ അവിടെ അഭിനയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് വാർപ്പിൻ്റെ പണി, എൻ്റെ കോൺട്രാക്ട് പണിയൊക്കെയാണ്. ഞാൻ ഇത് അവന് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. താൻ പോയി ജ്യൂസ് നോക്കണോ? എന്തോ ആണ് എല്ലായിടത്തുണ്ടോ ഇതുപോലെ ഓരോരോ കൺട്രികള്. ഈ ക്ലോസിൽ തുടങ്ങിയാൽ മതി. എങ്ങനെയാ ഇപ്പൊ ക്ലോസിൽ തുടങ്ങാന്ന് തന്നെ ഇന്ന് പറഞ്ഞ സംഭവത്തിൽ ഏതാണ് തള്ള? തള്ളേ? ഏതല്ല തള്ളേന്ന് വന്നിട്ടില്ലല്ലോ ഇവിടെ. നടിയില്ലേ? പറയല്ലേ, അങ്ങനെ പറയരുത്. അവർക്ക് അഭിനയിക്കാൻ അറിയോ? എന്മാര് ചാടിയാ. എന്താ സംഭവം അറിയോ? തമിഴ്, തെലുങ്ക്, കന്നഡ സിനിമയിലൊക്കെ അഭിനയിച്ച് തിളങ്ങി നിൽക്കുന്ന ആർട്ടിസ്റ്റ് അത്. പിന്നെ ഞാൻ കണ്ടില്ലല്ലോ. നിങ്ങൾ തമിഴ്, തെലുങ്ക്, കന്നഡ സിനിമയൊക്കെ കാണലുണ്ടോ? ഞാനെ കാണല്ല. അതാണ് അതെ. ഇപ്പൊ തള്ളാന്നൊന്നും വിളിക്കാതെ അതിന്റെ മുന്നേ കേട്ടോ. അത് ചൂടായി കഴിഞ്ഞാൽ പോയിക്കഴിഞ്ഞാൽ നമ്മൾ കുടുങ്ങി പോകുമ്പോൾ ഷൂട്ട് ചെയ്യാൻ പറ്റൂല. ഇത്ര പൈസ പെട്ടെന്ന് പോയിട്ട് ഡയലോഗ് കൊടുത്തിട്ട് പെട്ടെന്ന് കൂട്ടിക്കോണം. ഷോട്ട് എടുക്കാം. റെഡി ആക്കി, ക്യാമറ റെഡി ആയിക്കോ. അതെ, നിങ്ങൾ പൈസ കൊടുത്ത് മുടക്കി ചെയ്യുന്നൊരു പരിപാടിയത്. ഈ സാധനത്തിനകത്ത് പടം വൃത്തിയാവണ്ടേ? അപ്പൊ നിങ്ങൾ അതിന്റെ ആത്മസംയമനം പാലിക്കണം. നമുക്ക് എന്റെ സ്വഭാവം മനസ്സിലായില്ല. ഇതാ മെറ്റൽ വയ്ക്കുന്ന കയ്യത്. നമ്മളെ അഭിനയിക്കുക, പ്രൊഡ്യൂസ് ചെയ്യുക, പേരെന്തോ ആയിപ്പോയിക്കോട്ടെ. നമുക്ക് സംഭവം ഷൂട്ട് ചെയ്താൽ പോരെ. ജാട ഇറക്കാൻ പറയരുത്. നമുക്ക് പറയാം. ഞാൻ പറയാം. പ്രശ്നം ഫ്രീ ആവും. ചേച്ചി ഷോട്ട് റെഡിയാണ്. എടോ ചേച്ചി എന്നല്ല, താൻ ആദ്യം ആർട്ടിസ്റ്റിനോടൊക്കെ എങ്ങനെ പെരുമാറണമെന്ന് പഠിക്ക്. എടോ എന്നെ കോൾ മീ മാഡം. ഓക്കെ സോറി മാഡം. പിന്നെ ഷോട്ട് കറക്റ്റ് റെഡി തന്നെയാണ്. എന്നെ അവിടെ പോയി ചൂട് കൊള്ളിപ്പിക്കരുത്. ഓൾറെഡി ഞാൻ വിയർത്തൊഴുകിയിട്ട് എനിക്കെല്ലാം കൂടി ഇറിറ്റേറ്റഡ് ആയിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. ആക്ച്വലി സെറ്റ് ഓക്കെ ആണോ? മലയാളം എനിക്ക് അത്ര വശമില്ല. നോ, ഐ ഡോണ്ട് നോ മലയാളം. പറഞ്ഞാൽ മതി. അപ്പൊ എനിക്ക് അവിടുന്ന് ഞാൻ ക്യാച്ച് ചെയ്തോളാം. ഓക്കെ പ്രോംപ്റ്റ് ചെയ്താൽ മതി. ഈ ബിൽഡിങ്ങിന്റെ പണിയാണല്ലോ. ഒരുപാട് ബിൽഡിങ്ങുകൾ, മണല്, മെറ്റല്,
സിമെന്റ് ഇതെല്ലാം തരികിടിയാക്കിയിട്ടാണല്ലോ ഈ പൈസ ഉണ്ടാക്കി. ആ പൈസയാണല്ലോ ഇപ്പോൾ ഈ സീരിയലിന് വേണ്ടിയിട്ട് മുടക്കുന്നത് അല്ലേ? അത് വെറുതെ വേസ്റ്റ് ആക്കണ്ട. അതുകൊണ്ട് തന്നെ ഈ വരുന്ന നടിമാരോട് വളരെ മാന്യമായിട്ട് പെരുമാറിയിട്ട് നിൽക്കും. ഓരെന്ത് ആയിക്കോട്ടെ, നമുക്ക് അത് നോക്കണ്ട. ഇത് ഡയറക്ടർ സാറാണ്. ഹായ്. ഡയലോഗ് കൊടുത്തിട്ടുണ്ടല്ലോ അല്ലേ? അപ്പൊ എന്നാ നമ്മുടെ എന്നിട്ട് ആ ഡയലോഗ് ഒന്ന് പറഞ്ഞു ഒരു മോണിറ്റർ പോകാൻ ആ ഓക്കെ. ആദ്യം ഡയലോഗാണ്. കൃത്യമായിട്ടൊന്ന് ഒരു എനർജിയിൽ പറയാം. എനർജിയിൽ ഓക്കെ സർ, ഓക്കെ സർ. എന്നോട് കളിച്ച നീ വിവരം അറിയും, അത് മനസ്സിലാക്കിയ നിനക്ക്. അപ്പോൾ നിന്റെ ഡയലോഗ് അതായത് സോറി, കോൾ മീ മാഡം, ഡോണ്ട് കോൾ മീ ലൈക്ക് നീ ലൈക്ക് ഐ ഡോണ്ട് ലൈക്ക്. ഓക്കെ. ഓക്കെ. അപ്പോൾ മാഡത്തിൻ്റെ ഡയലോഗ്, നിങ്ങളെപ്പോലുള്ള ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരുപാട് പേരെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അത്രേ ഉള്ളൂ. നിന്നെ പോലുള്ള ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഓക്കെ റൈറ്റ്. മലയാളം വന്നോട്ടെ, മലയാളത്തിന്റെ ഒരു തനിമ വന്നോട്ടെ. ആക്ച്വലി ഐ എം നോട്ട് ഗുഡ്. മൈ മലയാളം ഈസ് നോട്ട് ഗുഡ്. That's why I will try my best. Okay. ഇത് മലയാളം സീരിയൽ ആയതുകൊണ്ടേ Okay, I will try. പ്രേക്ഷകർ മലയാളിയാണ്. Okay. റെഡി? ഒന്നുകൂടി നോക്കാം. ഒന്ന് പറഞ്ഞോളൂ, ഡയലോഗ് പറഞ്ഞോളൂ. എന്നോട് കളിച്ചാൽ നീ വിവരം അറിയും, അത് മനസ്സിലാക്കിയാൽ നിനക്കുന്നത്. എന്നോട് കളിച്ചാൽ നീ വിവരം അറിയും, അത് മനസ്സിലാക്കിയാൽ നിനക്ക് നന്ന്. നിന്നെപ്പോലുള്ള ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. നിന്നെ പോലുള്ള ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരുപാട് പേരെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരുപാട് പേരെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. മനസ്സിലാക്കിയിട്ടുണ്ട് എന്നല്ല, ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നല്ല, ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. നിന്നെ പോലുള്ള ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇയാളുടെ പേരെന്താ? അപ്പോൾ ഒന്നുകൂടി നോക്കാം. അപ്പോൾ അതായത് ഫസ്റ്റ് ഡയലോഗ്, എന്നോട് കളിച്ചാൽ നീ വിവരം അറിയും. എന്നോട് കളിച്ചാൽ നീ വിവരമാണ്. എങ്ങനെ പാമ്പൂച്ചിയാ? ഏട്ടന്മാരെ, എനിക്ക് പാമ്പൂച്ചിനെ പേടിയാണ്. അയ്യോ, എടുത്തു. കൊയിലാണ്ടി ആ സ്ഥലല്ലേ? മലയാളം കുറച്ച് അറിയൂല്ലേ? നല്ല മലയാളം. മലയാളം കുറച്ച് പറയൂല്ലേ?